ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ തൊട്ട് ഞാൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതായത് ആ, അന്ന് സവാദിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ തൊട്ട് അന്നും ഞാൻ ഇതേപോലത്തെ ഇഷ്യൂ ചെന്നിറങ്ങി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയ പെൺകുട്ടിയോട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ വീഡിയോ ഇട്ടുള്ള പരിപാടികൾ അത്ര സേഫ് അല്ല, അത് പ്രശ്നമാണ്, ഇവർക്കൊക്കെ മാനസിക പ്രശ്നമുള്ളവരാണ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കയറി നോക്കിയാൽ അതിൻ്റെയൊക്കെ ഓഡിയോ അടക്കം വേണമെങ്കിൽ കാണിച്ചാൽ ഇവരോടൊക്കെ സംസാരിച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതി അതല്ല. പക്ഷേ ഇവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇവരോട് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് ഒന്നാമത് പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് നേരെയുള്ള പുരുഷന്മാരുടെ അതിക്രമം എന്നൊക്കെയുള്ള രീതിയിലാണിത് ഇവിടെ നമ്മളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രശ്നത്തെപ്പറ്റി ഞാനങ്ങനെ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസരം ഈ രീതിക്ക് തന്നെ യൂസ് ചെയ്യുക ഞാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആരും ഇതുവരെ ഇപ്പം പോലും ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടും ആ മരിച്ചത് എന്തുകൊണ്ട്, ഇത് ചെയ്യേണ്ടാത്തത് എന്തുകൊണ്ട്, വേറെന്താണൊരു വഴി, ഒന്നും ഒരിക്കലും ആരും സംസാരിക്കത്തില്ല. മീഡിയ സംസാരിക്കത്തില്ല, പോലീസ് എന്ന് പറയത്തില്ല, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ എന്തോ എൻ്റെ റീച്ച് കൂടുമോ, എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റും, എൻ്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇറങ്ങി എൻ്റെ 10,000 പേര് ഇപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നു. ഫോളോവേഴ്സ് ഞാൻ അൺഫോളോ ചെയ്തു. അങ്ങനെ എൻ്റെ 3,000 ഉണ്ടായി. അതിൻ്റെയും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതാണ് ഇവിടെ ഇപ്പോൾ കാണിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആൾക്കാർ പ്രതികരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇവരെ കണ്ടുകൊണ്ടൊന്നും പറയാനൊന്നുമില്ല. എനിക്കറിയാം ഇതിനപ്പുറം ഇപ്പുറത്തോട്ട് നിന്ന് പറഞ്ഞാൽ എന്താകും. എനിക്ക് കുറച്ചുകൂടെ സേഫാണ്. ശിഞ്ചുദേ അറിയത്ത് വിളിച്ച് ഭയങ്കര റീച്ച് ഉണ്ടാക്കി അങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യം ചെറിയ തോതിൽ ഒരു ഐറ്റം ഞാൻ കാണിച്ചപ്പോൾ തന്നെ ഭയങ്കര എല്ലാവരുടെ കയറിയും കൈയടിക്കുക. അവളെ അങ്ങ് കൊല്ലാനുള്ള എന്തെങ്കിലും പറയാമെങ്കിൽ എല്ലാവരും വളരെ ഹാപ്പിയാണെന്നും എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അല്ല ഇത് പറയുന്നത്. എനിക്ക് നഷ്ടം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ തരത്തിലൊക്കെ നഷ്ടം ഉണ്ടാകും. ഇപ്പോൾ പലരും തെറ്റിദ്ധരിക്കും എന്തോ വേറെ 2-3 കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നൊന്ന് ഈ ശിംജിതയോ ശ്രീലക്ഷ്മി അറക്കൽ എന്നോ പറയുന്ന പെൺകുട്ടികളെ വളയ്ക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കളി കിട്ടാൻ വേണ്ടിയിട്ട്. നിനക്ക് കിട്ടിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ഈ ഇഷ്യൂവിൽ എന്താ പറയുക, ഈ പെൺകുട്ടിയെ ശിക്ഷിക്കണമെന്ന് പറയുന്നവർ കമൻസ് ഇടുന്നതും അവരുടെയൊക്കെ പരിപാടികൾ ശ്രദ്ധിച്ചറിയാം. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഈ ദീപകിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കുന്നവർ മൊത്തത്തിലൊരു ഇച്ചിരി പ്രശ്നമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഈ ഇഷ്യൂവിൽ സ്ത്രീകളിങ്ങനെ പ്രതികരിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്ത് ശരിയല്ല, അവൾ കൊന്നതാണ്, അവൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുടെ അത്രയും ആളുകളാണ് വന്നേക്കുന്നത്. എന്നാൽ എനിക്കിതിനകത്തൊരു ജെന്യുവനായിട്ടും ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയാലുണ്ടല്ലോ, ഞാൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കും. ഈ പറഞ്ഞ ഒരുപാട് പേര്, ഇതിൽ കൂടുതൽ ആൾക്കാർ വന്ന് ആ മനുഷ്യന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. കാരണം അയാൾ മരിച്ചപ്പോൾ അത് അയാൾ തെറ്റേ ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല, അല്ലെ ആ ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ കാരണക്കാരൻ എന്നുള്ള ആ ഒരു ഐറ്റം ഇവിടെ മിസ്സാക്കി ആൾക്കാർ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണക്കാരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഷിംജിതയാണ് ഇതിൻ്റെ കാരണക്കാരി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഷിംജിത അല്ല ഇതിന് കാരണക്കാരി. ഷിംജിത ഇത് കണ്ടപ്പോൾ, അത് ശ്രദ്ധിച്ചിട്ട് അവർ പ്രതികരിക്കാൻ പറ്റാത്തൊരു സ്ത്രീയെ കണ്ടപ്പോൾ അവർ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വരുന്നത് അവൾക്ക് മനസ്സിലായി. അവളിങ്ങനെ നീക്കി വെച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അയാൾ കറക്റ്റായിട്ട് അത് വന്ന് തട്ടിയിട്ട് പോയി അല്ലേ. അത് ഇവിടെ എല്ലാവരും ചെയ്യുന്ന പോലെ സകലതും ഇത്രയും വർഷം നടന്ന പോലത്തെ ഒരു കാര്യം അവൾ അപ്ലോഡ് ചെയ്തു, ഇതും പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഇത് എവിടെയെങ്കിലും കൊണ്ട് പറഞ്ഞിട്ടൊരു റിസൾട്ട് ഇല്ലെന്നൊക്കെ അവൾക്ക് തോന്നിക്കാണും. അതിൻ്റെ കുഴപ്പം അവളുടെ അല്ല, അത് ഇവിടുത്തെ ഏത് സംവിധാനത്തിൻ്റെയാണ് അതിൻ്റെ കുഴപ്പം. അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല. എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ആളുകൾ മനസ്സിലാക്കുന്ന രീതി തെറ്റാണ്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ല പല കാര്യങ്ങളും കാണിച്ചു. ബാഗ് വെക്കുന്നത് എന്തിനാണ്, ബാഗ് കൊണ്ട് നടക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഈ വണ്ടി പരിശോധിക്കേണ്ട ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ്റെ വീട്ടിലെ അന്തരീക്ഷം എന്താണെന്ന് അന്വേഷിക്കണം, അയാളുടെ ഭാര്യയോട് ചോദിക്കണം, ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ, സൂയിസൈഡ് തോട്ട്സ് ഉണ്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ സൈക്കാട്രിക് കണ്ടീഷനുള്ള ഒരാളാണോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഷിംജിത് കുറ്റക്കാരി. ഷിംജിത് എല്ലാത്തിനും ഇയാൾ ആത്മഹത്യ ചെയ്യുന്നതോടെ അയാളുടെ എല്ലാ ബാധ്യത ഒഴിഞ്ഞു കേട്ടോ. അത് തെറ്റാണ്. ഇവിടെ മനസ്സിലാക്കുന്ന രീതി തെറ്റാണ്. ഇപ്പം ഞാനാണ് ഈ സാധനത്തെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അയ്യോ അയാൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുള്ള ആളായിരുന്നോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യോ അയാൾ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആളാണ്, അതെനിക്കറിയത്തില്ല. മനസ്സിലായോ? അവിടെ ഞാൻ സംസാരിച്ച് പോയി, അതും എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ വീഡിയോ ഇട്ടു, അതൊരു കുറ്റമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇയാളെ ഈ പറഞ്ഞ പെണ്ണിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും കൊണ്ട് എന്തിനത്? ഈ ഇഷ്യൂവിൽ ഈ മനോഭാവം ശ്രദ്ധിച്ച് നോക്കണം. ഈ എതിർക്കുന്നവരുടെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണ്, അവൾമാരെല്ലാം കള്ളം പറയുകയാണ്, ഇനി മേലിൽ ഇങ്ങനെ എടുത്തേക്കരുത് എന്നുവെച്ചാൽ എനിക്ക് പോയി ജാക്കി വെക്കാനുള്ളതാണോ? എന്താ നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണ്? ഞാനെന്തോ ഈ പെണ്ണുങ്ങളെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കിങ്ങനെ ഒരു മെച്ചമുണ്ട്. ശ്രീലക്ഷ്മി
അതുപോലെ ഇവരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവരുമായിട്ട് ഡയറക്റ്റ്ലി ഇത് ചെയ്തുകൊണ്ടല്ല ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി കമൻറ്റ് പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഡയറക്റ്റ്ലി ഇടപെട്ട സ്ഥലങ്ങളുണ്ട്. അത് വേറെ, ഇതല്ല. ഇത് ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ അതിനെപ്പറ്റി പറയുന്നേ ഉള്ളൂ. ഇത് തന്നെ പറയും. ഇനിയിപ്പോൾ അഥവാ ഇനി ഇങ്ങനെ എങ്ങാനും ആണ്, ഇനിയിപ്പോൾ എനിക്ക് ഇവരുമായിട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ കിട്ടിയെങ്കിൽ അത് വളരെ എന്താ പറയുക, അതിന് എൻ്റെ കഴിവായിട്ടങ്ങ് എടുത്തു. ഞാനൊന്നുമില്ല സപ്പോർട്ട് ചെയ്തിട്ടല്ലേ, അല്ലാതെ കയറി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, റേപ്പ് അറ്റംപ്റ്റും ഇല്ല നടത്തിയോ. അവർക്ക് അങ്ങനെ താല്പര്യം തോന്നിയാൽ തോന്നട്ടെ. നിനക്കെന്താ വല്ല നഷ്ടമുണ്ടോ? എന്തെങ്കിലും കുശുമ്പ് തോന്നുന്നുണ്ടോ എന്നോട്? നീ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്ക്, നിനക്ക് കിട്ടുമോ? എവിടുന്ന് വരുന്നടാ നീയൊക്കെ? എന്നാൽ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, എല്ലാവരും പിടിച്ചിട്ട്. എന്നിട്ട് നിനക്ക് അത്ര കഴപ്പാണ്, നീ പോയി ഇങ്ങനെയൊക്കെ കണ്ടെത്ത്, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ഈ അതിക്രമത്തിനൊക്കെ പോകുന്നത് എന്തിനാ ഈ അപവാദമൊക്കെ പറഞ്ഞാൽ? അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇമാർക്ക് ആരും കൊടുക്കാത്തത്. എന്തൊരു ഗതികെട്ട മനുഷ്യനാന്ന് നോക്കിക്കോണേ, കണ്ടുപിടിക്കുന്ന അവനൊക്കെ. ഇനി അങ്ങനെ ആണല്ലോ എന്താണ്, അങ്ങനെ അവരും ഞാനും തമ്മിലൊരു ബന്ധം ഉണ്ടാവുകയാണ്, ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു സ്നേഹബന്ധമാണെന്ന് കരുതുക, എന്നിട്ട് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങ് ആയി. ആരൊക്കെ ആണെങ്കിലും, നിങ്ങൾ ആരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞാലും ഈ ഒരു കാരണം കൊണ്ടാണെങ്കിൽ അതിനകത്ത് എന്താ കുഴപ്പം? ഈ ഒരു കാരണം കൊണ്ട് റീച്ച് കൂടി എന്താ കുഴപ്പം? എനിക്ക് റീച്ച് കൂടുന്നത് കുറയുന്നതല്ല എൻ്റെ പ്രശ്നം, ഒന്നാമത്. പിന്നെ ആൾക്കാരെ എനിക്ക് ഇങ്ങനെ നടക്കണോ അതും അല്ല എൻ്റെ പ്രശ്നം. ഞാനിത് പറയുന്നു, സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, റീച്ച് ചിലപ്പോൾ കൂടിയിരിക്കും. അത് കൂട്ടുന്ന ആരാ? സിംജിതയ്ക്ക് റീച്ച് കൊടുത്ത് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. റീച്ച് കൂട്ടുന്ന ആരാ? അത് അവരുടെ കുഴപ്പമല്ലേ? അവരെല്ലാം എടുത്ത് ഷെയർ ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും എൻഗേജ് ചെയ്യുന്നതും ബൂസ്റ്റ് ചെയ്യുന്നതും ഇത് നാട് നീളം പറഞ്ഞ് ചർച്ചയാക്കി വിഷയമാക്കുന്നത് ആരാ? എല്ലാവരും എല്ലാം അങ്ങ് വൈറലാവുകയാണോ? ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ സെക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഈ പെണ്ണ് വിഷയമൊക്കെ ആയിട്ട് വരുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് ഉള്ളവരുടെ മറ്റൊരു ഒരു കണ്ടെത്തലാണ് ആരെങ്കിലും ചെന്ന് സപ്പോർട്ട് ചെയ്ത് അവിടെ ചെന്ന് കയറി കളി കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെന്നുള്ളത്. അങ്ങനെയല്ല അത് നടക്കുന്നത്. ഇനി അങ്ങനെ നടന്നാലും അത് അവർക്ക് കൂടെ താല്പര്യം ഉണ്ടാകുമ്പോഴേ നടക്കത്തുള്ളൂ. അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരുത്തം വന്ന് സപ്പോർട്ട് ചെയ്ത ഉടനെ അവിടെ കൊണ്ട് കളി കൊടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ നിൻ്റെ വീട്ടിലായിരിക്കും.